നമ്മളിപ്പം എഗ്ഗ് എടുത്ത ശേഷം നമ്മൾ ആ ഫോളിക്കുലർ ഫ്ലൂയിഡ് അതിൻ്റെ അകത്ത് എഗ്ഗ് ഉള്ളത് എഗ്ഗ് എടുത്ത ശേഷം നമ്മൾ എംബ്രിയോളജി ലാബിലോട്ട് കൊടുക്കും. ഇവിടെയാണ് നമ്മുടെ എംബ്രിയോളജി ലാബ് ഉള്ളത്. എംബ്രിയോളജിസ്റ്റ് അവിടെ നിന്ന് എഗ്സ് സ്ക്രീൻ ചെയ്യും. ട്രാൻസ് വജൈനൽ പ്രോബ് നമ്മൾ സ്കാൻ ചെയ്യുന്ന സാധാ പ്രോബ് തന്നെയാണ്. അതിൽ നമ്മളൊരു ഇൻട്രൊഡ്യൂസർ ഉണ്ട്. ഇതിൽ കൂടെയാണ് നമ്മൾ എഗ്ഗ് എടുക്കുന്ന ആ ഫോളിക്കുലർ ഫ്ലൂയിഡ് സക്ക് ചെയ്യുന്ന ആ ഇൻസ്ട്രുമെൻറ്റ് ഇതിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഈ എൻഡിൽ നിന്ന് നമ്മൾ സക്ക് ചെയ്തിട്ടാണ് ആ ഫോളിക്കുലർ ഫ്ലൂയിഡ് എടുക്കുന്നത്. നമ്മൾ ആ ഉള്ള ഫോളിക്കിൾ ആ മാസത്തിൽ ഉള്ള ചെറിയ ഫോളിക്കിളിനെ എല്ലാം നമ്മൾ അതിലൊരു സിസ്റ്റം ഉണ്ട്. ആ വലുത് കാണുന്ന സിസ്റ്റമാണ്. ബാക്കിയൊക്കെ നമ്മൾ ഗ്രോ ചെയ്തേക്കാണ്. അതേപോലെ തന്നെ അടുത്ത ഓവറി, ഈ ഓവറിയിലും കുറച്ച് ഫോളിക്കിൾസ് ഉണ്ട്. നമുക്ക് അതിന് എങ്ങനെ ആസ്പിറേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ നീഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഇൻട്രൊഡ്യൂസറിലൂടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ വജൈന വഴി ഞാൻ ആ ഫോളിക്കിളിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡ് ആസ്പിറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ ഫ്ലൂയിഡ് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുക ഫോളിക്കിളിൻ്റെ അകത്തുള്ള. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ അകത്തായിരിക്കും എഗ്ഗ് കാണുന്നത്. നമ്മൾ അടുത്ത ഇതിൻ്റെ അകത്തോട്ട് വരുന്ന നമുക്ക് കാണിക്കാം. കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിൽ നിന്ന് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് ട്യൂബിലോട്ടായിരിക്കും വീഴുന്നത്. നമുക്ക് ആ ഫ്ലൂയിഡ് വീഴുന്നത് കാണാം. ഇതാണ് ആ ഫോളിക്കുലർ ഫ്ലൂയിഡ് വീഴുന്നത്. ഇതിൻ്റെ അകത്തായിരിക്കും എഗ്ഗ് ഉള്ളത്. നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് കളക്ട് ചെയ്ത് ഈ ടെസ്റ്റ് ട്യൂബാണ് നമുക്ക് എംബ്രിയോളജിസ്റ്റിൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.